കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ആഘോഷത്തിൻ്റെ രാത്രിയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ രാത്രി എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അവിടെ കൊണ്ടാടിയിരുന്നത്. ബിഗ് ബോസും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും എല്ലാവരും ചേർന്ന് അതിമനോഹരമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. ലാലേട്ടൻ കേക്ക് മുറിക്കുന്നു. ഹൗസിലെ താരങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു, നൃത്തം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് പറയുന്നു, അതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരെയായിട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് വിലയിരുത്തുന്നു. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ ചിലർ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ തുടർന്നാണെന്ന് തോന്നുന്നു. ശനിയും ഞായറും ഉണ്ടായിരിക്കേണ്ട എവിക്ഷൻ ഇന്നും നാളെയുമായിട്ടാണ് അവരെ മാറ്റിയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എവിക്ഷനിൽ ആര് പുറത്തു പോകും എന്നുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രമോ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 20 കള്ളിയുള്ള ഒരു ട്രേ കൊടുത്തിട്ട് അതിൽ 20 ബോളുകൾ നൽകുന്നു. ആർക്കാണ് 20 ബോളുകൾ കിട്ടാത്തത് അവർ പുറത്തു പോകുന്നു. അങ്ങനെ രീതിയിലുള്ളൊരു പ്രമോയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതിൽ വോട്ടിൻ്റെ അൺഒഫീഷ്യൽ ഇതുപ്രകാരം കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കുറവ് വോട്ടുകൾ ലഭിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ. അല്ലെങ്കിൽ അവസാനം നിൽക്കുന്ന ഏറ്റവും വോട്ട് കുറവിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് തീർച്ചയായിട്ടും പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രേക്ഷക വിധി പ്രകാരം പുറത്തോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി. ഇനി ഒരാളെ മാത്രം പുറത്താക്കുമോ അതോ ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഡബിൾ എവിക്ഷൻ ഉണ്ടായേക്കാം. കാരണം ബിഗ് ബോസ് ഇനി അവസാനിക്കാൻ അധികം ദിവസങ്ങളില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അപ്സരയാണ് അതിൻ്റെ തൊട്ട് മുകളിൽ വോട്ട് കുറവായിട്ട് കിടക്കുന്നത്. പക്ഷേ അതിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. അപ്സരയും ശ്രീധുവും തമ്മിൽ വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ശ്രീധു അവസാനത്തിലേക്ക് കയറി വന്നു, അത് അപ്സരയ്ക്ക് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയോ എന്നുള്ള വ്യക്തമായിട്ട് അതിൽ ചെറിയൊരു സംശയമുള്ളത് കാരണം ഒരു പക്ഷേ ഡബിൾ എവിക്ഷൻ വന്നാൽ അപ്സരയും ശ്രീധുവും ഇതിൽ രണ്ടിലൊരാളാണ് സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. മറ്റത് റസ്മിൻ എന്തായാലും പുറത്തു പോകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഏറ്റവും വോട്ട് കുറവ് എല്ലാ ദിവസവും തുടങ്ങിയ ആദ്യ ദിവസം തൊട്ട് അവസാന ദിവസം വരെ അവസാന സ്ഥാനം മാത്രമേ അവർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഒരു ഘട്ടത്തിൽ പോലും വോട്ട് വളരെയധികം കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ തൊട്ടു മുന്നിലുള്ള മത്സരാർത്ഥിയെ വെട്ടിച്ച് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതായിട്ടോ കാണാനായിട്ട് കഴിഞ്ഞില്ല. അതിനാൽ ഇപ്രാവശ്യം ആ വ്യക്തി പുറത്തോട്ട് പോകും എന്ന് കരുതപ്പെടുന്നു. ലാലേട്ടൻ യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാസ്മിനുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു റസ്മിൻ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസംതൃപ്തി തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായിരിക്കാം ഈ വോട്ട് കുറവിനുള്ള കാരണം എന്ന് വിലയിരുത്തുന്നു. എന്തായാലും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട് തീരുമാനിക്കാം.